തത്വചിന്തയുടെ സഞ്ചാരപഥങ്ങൾ 17ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ശേഷമുള്ള തത്വചിന്താപരമായ വികാസ പരിണാമങ്ങൾ പറയണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. എങ്കിലും ക്രിസ്തുവിന് മുമ്പ് തന്നെ ഉണ്ടായ ചില തത്വചിന്തകൾ കൂടി നിർബന്ധമായി അവതരിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് ചില സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുകയുണ്ടായി. തീർച്ചയായും ആ നിർദ്ദേശമനുസരിച്ച് മുഴുവൻ കാര്യങ്ങളും അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ദാർശനികനെ ചില സവിശേഷ സന്ദർഭങ്ങൾ അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ഇന്നിവിടെ അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. തീർച്ചയായും സമ്പൂർണമായ തത്വചിന്തയുടെ, പാശ്ചാത്യ തത്വചിന്തയുടെ ഒരു ചരിത്ര ഗ്രന്ഥം ഏതാണ്ട് 6 വോള്യങ്ങളിലായി അടുത്തു തന്നെ പത്മരാജനും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള ഡോക്ടർ ഷർമിളയും ചേർന്ന് എഴുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടും എന്നത് തീർച്ചയായും ഈ രംഗത്ത് സമ്പൂർണമായി മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമായിരിക്കും. ആ രീതിയിൽ മുഴുവൻ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന ഒരു പങ്ക്തി എന്ന നിലയിലല്ല ഞാനിവിടെ എൻ്റെ ഈ ഒരു ഇടപെടൽ തത്വചിന്തയിലൂടെയുള്ള സഞ്ചാരം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്കേറെ പ്രസക്തമായി തോന്നുന്നതും ചിലപ്പോൾ വളരെ പ്രിയപ്പെട്ടതായി തോന്നുന്നതും ചിലപ്പോൾ വലിയ വിമർശനാത്മകമായി സമീപിക്കണമെന്ന് തോന്നുന്നതുമൊക്കെ ആയിട്ടുള്ള ദാർശനികരുടെയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, എഴുത്തുമായി ബന്ധപ്പെട്ട ആഖ്യാനങ്ങളിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ്, അത് വളരെ തൊട്ടടുത്ത്, ക്രിസ്തു വർഷം തുടങ്ങുന്നതിന് വെറും 65 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള സെനീക്കയെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെനീക്ക യഥാർത്ഥത്തിൽ ഒരു സ്റ്റോയിക് ഫിലോസഫറാണ്. സ്റ്റോയിക് ഫിലോസഫി എന്നുള്ളത് സെനീക്കയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഹെലനിസ്റ്റിക് ഫിലോസഫിയാണ്. സ്റ്റോയിക്ക് എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ പൂമുഖം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് വീട്ടിൻ്റെ പോർച്ചിൽ വെച്ച്, പൂമുഖത്ത് വെച്ച്, നമ്മൾ കോലായി ചർച്ച എന്നൊക്കെ പറയുന്നില്ല, അതുമാതിരി നടന്നിട്ടുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ, ആഖ്യാനങ്ങൾ എന്ന നിലയിലാണ് സ്റ്റോയിക് ഫിലോസഫി പൊതുവെ അറിയപ്പെടുന്നത്. പൊതുവേ തത്വചിന്ത ദാർശനികരുടെ പേരിലാണ് മിക്കവാറും അറിയപ്പെടുക, അല്ലെങ്കിൽ ദേശങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സ്റ്റോയിക് ഫിലോസഫി എന്നുള്ളത് അവർ ചർച്ച നടത്തിയ രീതിയിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന രീതിയിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ആ ചർച്ചയിലുടനീളം മിക്കവാറും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ കൂടി അതിൽ കടന്നു വന്ന് എന്നതായിരിക്കണം. ഇവിടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സെനീക്കയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് 65-ലാണ് മരണമടഞ്ഞിട്ടുള്ളത്. ആ ഒരു കാലം, ആ കാലത്തിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹം നീറോ ചക്രവർത്തി ബാലനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായി, അദ്ദേഹത്തിൻ്റെ അധ്യാപകനായി ജോലി നിർവഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതേ നീറോ ചക്രവർത്തി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി അവസാനം മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് പവറുമായി ബന്ധപ്പെട്ടുള്ള, അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളിൽ സ്വാഭാവികമായി ഉയർന്നു വരാവുന്ന ഒരു വൈരുദ്ധ്യവും ഒരു സാധ്യതയും കൂടി സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ഞാനിവിടെ
പരാമർശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപകനാവുക, ഉപദേശം കൊടുക്കുന്ന ആളുകളാവുക, പക്ഷേ പിന്നീട് അവർക്ക് ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. നമ്മളിപ്പോൾ ചൈനയിലെ അവസാനത്തെ ചക്രവർത്തി പൂയിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെർട്ടലുച്ചിയുടെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് ഈ പൂയി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാനും കണക്ക് പഠിപ്പിക്കാനൊക്കെ വരുന്ന അധ്യാപകനെയാണ്, യൂറോപ്യനായിട്ടുള്ള അധ്യാപകനെയാണ്. അപ്പോൾ ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള, കുട്ടിയും തമ്മിലുള്ള സംവാദങ്ങളൊക്കെ വളരെ സരസവും എക്കാലത്തും നമ്മൾ ഓർത്തു വെക്കുന്നതുമായിട്ടുള്ള ഡയലോഗുകളാണ് യഥാർത്ഥത്തിൽ. അതുപോലെ ഇവിടെ നീറോ ചക്രവർത്തിയെ പഠിപ്പിക്കുകയും ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ കാലത്ത് തന്നെ ഗ്രീസിലും റോമിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സെനീക്ക തത്വചിന്ത എഴുതിയത് ഒരു സവിശേഷ രീതിയിലാണ്. അത് കത്തുകളുടെ സ്വഭാവത്തിലാണ്. ഇപ്പം ലെറ്റേഴ്സ് ഫ്രം എ സ്റ്റോയിക് എന്നുള്ള ഈ പുസ്തകം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കത്തുകളാണ്. സെനീക്ക എഴുതിയിട്ടുള്ള കത്തുകളാണ്. ഈ കത്തുകളൊക്കെ 71 കത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ ഈ കത്തുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള അന്വേഷണങ്ങൾ, ശരീരത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, അതിജീവനത്തെക്കുറിച്ച്, നമ്മൾ സ്വയം എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച്, നമ്മുടെ നൈതികമായിട്ടുള്ള സമീപനങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ പറയുന്നത്. മിക്കവാറും ഈ കത്തുകളൊക്കെ തന്നെ അദ്ദേഹം ലൂസിലിയസ് എന്ന് പറയുന്ന സുഹൃത്തിന്, തത്വചിന്തയെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന, അദ്ദേഹം വളരെ ആദരവോടു കൂടി കാണുന്ന, സ്നേഹത്തോടു കൂടി സമീപിക്കുന്ന ലിലിയസ് എന്ന് പറയുന്ന സുഹൃത്തിന്, ലൂസിലസ് എന്ന് പറയുന്ന സുഹൃത്തിന് അയച്ചിട്ടുള്ള കത്തുകളാണ്. അപ്പോൾ ഈ കത്തുകളുടെ രൂപത്തിൽ തത്വചിന്ത ആവിഷ്കരിക്കുക എന്നുള്ളത്, നമ്മൾ കത്തുകളുടെ രൂപത്തിൽ സാഹിത്യം കാണാറുണ്ട്, അതുപോലെ തന്നെ പ്രണയലേഖനങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കത്തുകളുടെ രൂപത്തിൽ തത്വചിന്തകൾ ഉണ്ടായിട്ടില്ല എന്നല്ല. മാർക്സും ഏംഗൽസും കൈമാറിയ കത്തുകൾ, അതുപോലെ തന്നെ മറ്റ് പല ദാർശനികരും കത്തുകൾ, ഫ്രോയിഡിൻ്റെ കത്തുകൾ പ്രസിദ്ധമാണ്. അങ്ങനെ കത്തുകൾ എന്നുള്ളത് വേറിട്ട് തന്നെ ഒരു വിഷയം എന്ന നിലയിൽ കാണാവുന്ന, അല്ലെങ്കിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നെഹ്റു ഇന്ദിരയ്ക്ക് അയച്ചിട്ടുള്ള കത്ത്, 1929 പ്രസിദ്ധീകരിച്ചുള്ള കത്ത്, വളരെ അധികം ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള, പഠനാർഹമായിട്ടുള്ള, ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണോ ശാസ്ത്രബോധവും സാമൂഹ്യ ബോധവും നൈതിക ബോധവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു വളരെ രസകരവും ചിന്തോദ്ദീപകവും ശാസ്ത്രബദ്ധവും ഒക്കെ ആയിട്ടുള്ള കത്തുകളാണ് യഥാർത്ഥത്തിൽ നെഹ്റു അയച്ചത് എന്ന് കാണാൻ പറ്റും. അപ്പം നെഹ്റു ഒരു ദാർശനികൻ എന്ന പദവിയിൽ അറിയപ്പെടാറില്ലെങ്കിലും നെഹ്റുവിൻ്റെ ആ കത്തുകൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ, മറ്റു രചനകളൊന്നും വായിക്കാതെ ആ കത്തുകൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഹ്റു സൂക്ഷിച്ചിട്ടുള്ള ശാസ്ത്രീയ സമീപനത്തിൻ്റെ ഒരു സ്പിരിറ്റ് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ നെഹ്റു പ്രകാശിപ്പിക്കുന്ന ചരിത്രാവബോധത്തെക്കുറിച്ചുള്ള ഒരു കൃത്യത നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയും ചൈനയും എന്ന ഒരു അധ്യായം, നമ്മൾ ആ ഒരു കത്ത്, ഇന്ദിരയ്ക്ക് അയച്ചിട്ടുള്ള ഒരു കത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ചുള്ള കത്ത് വായിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് എത്ര കൃത്യമാണ് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്, എത്രമാത്രം ചരിത്രവൽക്കരിച്ചാണ് നെഹ്റു ആ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ. ഇന്നിപ്പം ഒരുപാട് പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വികാസം പ്രാപിച്ച ഒരു കാലത്ത് നമുക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ കത്ത് രൂപത്തിൽ, അപ്പോൾ കത്ത് ആയതുകൊണ്ട് വളരെ ലളിതമായിരിക്കും. സ്വാഭാവികമായി വളരെ ലളിതമായിട്ടല്ലേ അത് എഴുതാൻ പറ്റുള്ളൂ, കാരണം മകൾക്ക് എഴുതുന്നൊരു കത്താണ്. അതേസമയത്ത് കൃത്യതയോടുകൂടി പ്രപഞ്ചത്തിൻ്റെ, സമൂഹത്തിൻ്റെ, വ്യക്തിയുടെ
ഒക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിലൂടെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബോധന ശാസ്ത്രപരമായിട്ടുള്ള സമീപനം, ഇതേ രീതിയിലാണ് നമുക്കിവിടെ സെനീക്കയുടെ കത്തുകളെ കാണാൻ പറ്റുക. കാരണം സെനീക്ക മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഞാനൊരു സ്റ്റോയിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. അതേ സമയത്ത് അദ്ദേഹം ഈ കത്തുകളിൽ ഒരു കത്തിൽ ഞാൻ എപ്പിക്യൂറസിനെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. എപ്പിക്യൂറസിനെ കുറിച്ച് പറയാൻ പ്രത്യേക കാരണം, മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എപ്പിക്യൂറസ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സെനീക്കയും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സെനീക്കയുടെ ഈ കത്തുകളിൽ ഈലൂടെ അവതരിപ്പിക്കുന്ന തത്വചിന്തയുടെ ഒരു ലാളിത്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ നമ്മൾ സത്യം പറയുമ്പോൾ അത് വളരെ ലളിതമായി പറയാൻ കഴിയും. ആ സത്യത്തെ നമ്മൾ ദുരൂഹമാക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കാലത്തിൻ്റെയും ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. അതേസമയം നമുക്ക് സെനീക്ക വായിക്കുമ്പോൾ അതിൽ പ്ലാറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിലുണ്ട്, എപ്പിക്യൂറസ് ഉണ്ട്. അങ്ങനെ ചരിത്രത്തിലൂടെ മുന്നോട്ട് വരുന്ന കത്തുകളാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അതൊക്കെ തന്നെ പല രീതിയിൽ ആന്തരവൽക്കരിച്ചതിൻ്റെ ഒരു തരത്തിലുള്ള ആവിഷ്കാരത്തിൻ്റെ ഭംഗിയും സൂക്ഷ്മതയും വിശകലന മികവുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു ദാർശനികനാവുന്ന എന്തിനു വേണ്ടിയാണ്? വൈ ഷുഡ് വി ബിക്കം എ ഫിലോസഫർ? എല്ലാവരും ജന്മം കൊണ്ട് യഥാർത്ഥത്തിൽ ദാർശനികരാണ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ദാർശനികനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഫോക്ലോറിനെ സംബന്ധിക്കുന്ന തത്വചിന്തയും അതിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും തന്നെ, എല്ലാ മനുഷ്യരും പൊളിറ്റിക്കലാണെന്നും റേഷണലാണെന്നും അരിസ്റ്റോട്ടിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റേഷണലാവാനോ അല്ലെങ്കിൽ നമ്മളുടെ യുക്തി ഉപയോഗിക്കാനോ നമുക്ക് നിവർന്നു നിൽക്കാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അവസ്ഥയെ എങ്ങനെ ഉല്ലംഘിക്കാം? അതിന് നമ്മൾ തീർച്ചയായും നമ്മളെ വ്യവസ്ഥ അതിന് കാരണമായിരിക്കും. ഒരുപാട് ഘടകങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. പക്ഷെ അപ്പോൾ പോലും സെനീക്ക പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമായ ഒരു മനുഷ്യൻ കാണേണ്ട ഒരു വസ്തുത, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചെറിയ ജീവിതമാണ്. പ്രപഞ്ചത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 10,000 ലക്ഷക്കണക്കിന് വർഷത്തെ ചരിത്രമുണ്ട്. ഇനിയും 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പോട്ടും നമ്മൾ ഇന്നത്തെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവി സങ്കല്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അൽത്തുസറിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ ഈ ഭാവി ദീർഘകാലം നിലനിൽക്കുന്നതാണ്, ഫ്യൂച്ചർ ലാസ്റ്റ് ലോങ്. ഭാവി വളരെ ദീർഘമായൊരു ഭാവി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ അധികം കൊല്ലങ്ങൾ ചെലവിട്ട അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ഭൂതകാലം നമ്മുടെ പിന്നിലുണ്ട്. പക്ഷേ നമ്മുടെ എന്നെപ്പോഴും പറയുമ്പം നമ്മൾ ബഹുവചനത്തിലാണ് പറയുന്നതെങ്കിലും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ജീവിക്കുന്ന ഒരു സമൂഹം, ലീവ്ഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും, ആ സമൂഹത്തിനകത്തു നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ജീവിതമാണ്. ഈ മൊത്തം നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ സമൂഹത്തിൻ്റെ കാലവുമായി തട്ടിച്ചു നോക്കിയാൽ വളരെ ചെറിയ ജീവിതമാണ്. പക്ഷേ ഈ ചെറിയ ജീവിതമാണെങ്കിലും നമുക്ക് സമയമുണ്ട് എന്നാണ് സെനീക്ക പറയുന്നത്. അതാണ് അതിലുള്ള ഒരു പ്രത്യേകത, ഒരു സവിശേഷത. അത് സാധാരണ നമ്മൾ എളുപ്പത്തിൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ബോധ്യപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം നമ്മളിപ്പം ചെറിയ കാലമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുക അല്ലെങ്കിൽ ജീവിതം മാറ്റി വെക്കുക എന്നുള്ളത് നമ്മളോട് തന്നെ ചെയ്യുന്ന, കാരണം നമ്മൾ എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഓരോ വ്യക്തിയും ഈ പ്രപഞ്ചത്തിൽ വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിക്കും അവളുടേതായ പങ്ക് ഈ പ്രപഞ്ചത്തിൽ വഹിക്കാനുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ നോക്കിയാൽ സമയമുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ സമയം കളയുകയാണ്.
നമ്മൾ സമയമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സമയത്തിന് വില കൊടുക്കാതെ സമയം പരിഗണിക്കാതെ ജീവിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് സമയം ഇല്ലായ്മ അനുഭവപ്പെടുന്നത്. അപ്പോൾ കാലത്തെക്കുറിച്ചുള്ള ദാർശനികമായ ചിന്തകൾ, അന്വേഷണങ്ങളും ഒക്കെ സോക്രട്ടീസിന് മുമ്പ് നടന്നിട്ടുണ്ട് ഗ്രീസിൽ. പക്ഷേ ആ തരത്തിലുള്ള ഒരു അന്വേഷണമല്ല ഇവിടെ സെനീക്ക മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് നമ്മളിപ്പം പറയുമ്പോൾ ഈ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് സെനീക്ക പറയുക, ഞാൻ ഒരിക്കലും ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാറില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ അപ്രോപ്രിയേറ്റ് ഈവൺ എ പാർട്ട് ഓഫ് ദി നൈറ്റ് ഫോർ സ്റ്റഡി. ഐ ഡു നോട്ട് അലോ ടൈം ഫോർ സ്ലീപ്പ്, ബട്ട് yield to it when I must. And when my eyes are wearied with waking and ready to fall shut, I keep them their task. വളരെ ഗൗരവമായ, വളരെ ഗംഭീരമായ ഒരു അനുഭവ പകർച്ച നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കാരണം ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാറില്ല. എൻ്റെ കണ്ണുകൾ എപ്പോഴാണോ തളരുന്നത്, എൻ്റെ കണ്ണുകൾക്ക് എപ്പോഴാണോ ഉറങ്ങണമെന്ന് നിർബന്ധം തോന്നുന്നത്, ആ സമയം ഞാൻ എന്നെ ആ ഉറക്കിന് വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്നെ ഉറക്കിലേക്ക് വിട്ടുകൊടുക്കുന്നത് എനിക്ക് ഉറക്ക് അനിവാര്യമായി എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ ശരീരത്തിന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമാണ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാറില്ല. അപ്പം ഞാൻ പരമാവധി സമയം ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അത്രയൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ പഠനം എന്നുള്ളത് അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നത് കൊണ്ട് എൻ്റെ പഠനങ്ങൾ എന്നെയും എനിക്ക് ചുറ്റുമുള്ള ആളുകളെയും മെച്ചപ്പെടുത്തുന്നതിൽ, ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ, അവരുടെ കാര്യങ്ങൾ അവരെ തന്നെ തിരുത്തി, സ്വയം തന്നെ തിരുത്തി ഓരോ വ്യക്തിയെയും കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ഉയർന്ന നൈതിക ബോധത്തോടുകൂടി, സാമൂഹിക ബോധത്തോടുകൂടി, ആത്മബോധത്തോടുകൂടി നയിക്കാൻ പ്രാപ്തരാക്കും എന്ന ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസമാണ് ഞാൻ നിരന്തരം പഠിക്കുന്നതിലേക്ക്, വായിക്കുന്നതിലേക്ക് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിയല്ല ഉറങ്ങുന്നത്. ഉറങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒരു പ്രശ്നം സെനീക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറിച്ച് അദ്ദേഹം ഉറക്കം തോന്നുന്നു, നിർബന്ധമായിട്ട് ഉറങ്ങണം തോന്നുന്നു, അപ്പോഴും ഉറങ്ങുന്നു. ഈ രീതിയിൽ, ഇത് ഉറക്കിനെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്, മറ്റു പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ കത്തുകളിലുടനീളം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ ലഭിക്കുന്ന ജീവിതകാലം എന്നത് തന്നെ വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇച്ഛക്കും തൃപ്തിക്കും താല്പര്യത്തിനും സാമൂഹികമായിട്ടുള്ള അഭിവൃദ്ധിക്കുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അത് അത്ര നിസ്സാരമല്ല, അല്ലെങ്കിൽ അത്ര ചെറുതല്ല എന്നൊരു കാര്യമാണ്. അപ്പോൾ കാലം എന്നുള്ളത് വളരെ ചെറുതാണ്, പക്ഷേ ആ ചെറുതിൽ നമുക്ക് വലുതാകാൻ കഴിയും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഷോർട്ട് ബട്ട് ഇറ്റ് ഈസ് ലോങ്. അപ്പം വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ വളരെ ദൈർഘ്യമുള്ളതുമാണ്. ആ ദൈർഘ്യം എന്നുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, നമ്മളത് ഇല്ലാതാക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കത്തുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള ലൂസിലിയസിന് ആണ് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വന്തം അനുഭവങ്ങളും അയക്കുന്നതെങ്കിലും അത് വായനക്കാരെ സംബോധന ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നും ഈ കത്തുകളിൽ നിന്ന്, ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം എഴുതിയിട്ടുള്ള പല ഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കത്ത് രൂപത്തിൽ തത്വചിന്ത അതൊരു വിനിമയ രൂപം എന്നുള്ളത് ലൂസിലിയസ് അദ്ദേഹത്തിന് മറുപടി എഴുതിയോ എന്നത് എനിക്ക് നിശ്ചയമില്ല. അത് ഞാൻ തീർച്ചയായും ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് പരിശോധിച്ചിട്ടില്ല. ഒരു പക്ഷേ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ഒരു ആശയവിനിമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ട മറുപടി ആവണം എന്നും ഇല്ല. ഈ രീതിയിൽ പ്രത്യേകിച്ച് സെനീക്ക പ്രസിദ്ധനായതുകൊണ്ട്, സെനീക്ക അന്ന് തന്നെ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് റോമിലും ഗ്രീസിലും ഈജിപ്തിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ദാർശനിക പദവി ഉണ്ടായതുകൊണ്ട്, പ്രത്യേകിച്ച്
നീറോവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നിന്നും ആ ബന്ധത്തെ തുടർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ദാരുണമായ അന്ത്യത്തിൽ നിന്നുമൊക്കെ ഒരു ശ്രദ്ധ ലഭിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾക്കും ആ രീതിയിലുള്ള ഒരു അറ്റൻഷൻ, ഒരു ശ്രദ്ധ, ഒരു താല്പര്യം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കത്തുകളിലൂടെ സമയത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ സ്വയം എങ്ങനെ നവീകരിക്കപ്പെടാം അല്ലെങ്കിൽ രൂപപ്പെടാം എന്നതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ്. ഓരോ വ്യക്തിയും ദാർശനികനാണെങ്കിലും ദാർശനികൻ്റെ ജോലി എല്ലാവരും ചെയ്യേണ്ടതില്ല എന്ന് ഗ്രാംഷി പറയുന്നുണ്ട്. അത് ഈ സാമൂഹികമായ ഇടപെടലുമായി ബന്ധപ്പെട്ട നിലയിലുള്ള ഒരു തൊഴിലെന്ന നിലയിലുള്ള ഉത്തരവാദിത്ത നിർവഹണത്തെ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് നമ്മളിപ്പം മനുഷ്യരെല്ലാവരും തന്നെ ഒരു ദാർശനികമായിട്ടുള്ള ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സ്വയം വികാസം പ്രാപിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കത്തുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മളടുത്ത് ഒരുപാട് വിഭവങ്ങളുള്ള ആളാവാം, പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് വിഭവങ്ങളുള്ള ഒരുപാട് സമ്പത്തുള്ള ഒരാളായി മാറിയേക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതുണ്ടാവുമ്പോഴും നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വലിയ അധികാരം ഉണ്ടാവാം, നമുക്ക് വേണമെങ്കിൽ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാം. പക്ഷേ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ ഒരിക്കലും നല്ല മനുഷ്യരായോ സാമൂഹ്യ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, ഉത്തരവാദിത്തമുള്ള, നൈതികത പുലർത്തിയ ആളുകളായോ ആരും കണക്കാക്കില്ല. മറിച്ച് അദ്ദേഹത്തിന് ഈ ഉത്തരവിറക്കാൻ അധികാരമുണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്യാതിരുന്നു എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ ആ രീതിയിലേക്ക് ഒരു ദാർശനിക സമീപനത്തിലേക്ക് മാറുന്നതെന്നാണ്. അപ്പം ഈ പ്ലാറ്റോയുടെ ദാർശനികനായ ഭരണാധികാരി എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഇവിടെ കടന്നു വരികയാണ്. അപ്പം ഭരണാധികാരി ആയാലും ശരി, ഒരു സാധാരണ പൗരനായാലും ശരി, പൗരയായാലും ശരി, ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ കയ്യിൽ എന്തുണ്ട് എന്നല്ല, നമ്മൾ നമ്മളുടെ നിയന്ത്രണത്തിലാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി സെനീക്ക മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ശരീരം എന്നുള്ളത്, ബോഡി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ യാതൊരു സംശയവും സെനീക്കയ്ക്കില്ല. ഭൗതികമായിട്ടുള്ള ശരീരത്തെക്കുറിച്ചോ ഭൗതികമായിട്ടുള്ള വികാസ പരിണാമങ്ങളെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ ഒന്നും സെനീക്ക സംശയം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഭൗതികമായ ശരീരം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം. നമ്മുടെ ഇച്ഛ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള താല്പര്യങ്ങളും പല ഇൻസ്റ്റിങ്ക്റ്റുകളും മനുഷ്യനുണ്ടാവാം. അവിടെയാണ് ഫ്രോയിഡൊക്കെയായി ബന്ധപ്പെട്ടുള്ള, പിന്നീട് അതിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പറയാം, ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നു. നമ്മളിപ്പം ഈ മൃഗതൃഷ്ണ എന്നുള്ളത് ഒരു കുറ്റമാണോ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വേർതിരിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ തൃഷ്ണകളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ രീതിയിൽ തന്നെ ഫുൾഫിൽ ചെയ്യപ്പെടാൻ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും ഈ നമ്മളുടെ അമിതമായ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നവരും ഒക്കെ വേദനിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, സഫർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കപ്പെട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഇല്ലാതാക്കപ്പെടണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ കഴിയുക എന്നുള്ളത്, നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടി ഞാൻ ഇവിടെ വായിക്കാം. ഇൻവേർഡ്ലി വി ഓട്ട് ടു ബി ഡിഫറൻറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്, ബട്ട് അവർ എക്സ്റ്റീരിയർ ഷുഡ് കൺഫേം ടു സൊസൈറ്റി. അതായത് നമ്മളൊരു സാമൂഹ്യ ജീവി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റീരിയറായിട്ട്, ഉദാഹരണത്തിന്
ഈ മുടി ചീകുന്നതിനെ പറ്റി പോലും ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അതായത് നമ്മളിപ്പോൾ വളരെ സമയം കുറവും തിരക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ മുടിയൊന്നും ചീകാതെ അൺകെംഡ് ഹെയർ ആയിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. റിപ്പലൻ്റ് അറ്റ് ഹെയർ, അൺകെംഡ് ഹെയർ, സ്ലോവൻലി ബിയേർഡ്, ഓപ്പൺ സ്കോൺ ഓഫ് സിൽവർ ഡിഷസ്, എ കൂച്ച് ഓൺ ദ ബെയർ എർത്ത്, ഇങ്ങനെ വളരെ ദീർഘമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, സമൂഹത്തിൻ്റെ ഭാഗമായാണ് ജീവിക്കുന്നത്. വി ആർ ലിവിങ് അമിഡ്സ്റ്റ് ദം. അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഓരോ വ്യക്തിയും നമ്മളുടെ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ശരീരത്തെ സംബന്ധിക്കുന്ന, ശരീരം എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുകയും ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത്, കാരണം നമ്മളെ ശരീരം ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത്, അത് ഹെൽത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്, അത് നേരത്തെ എപ്പിക്യൂറസൊക്കെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് സെനീക്കയും പറയുന്നത്. അത് വളരെ ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ വസ്ത്രം, നമ്മളുടെ ഭക്ഷണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ സംരക്ഷിക്കുമ്പോൾ തന്നെയും നമ്മൾ എന്തായിരിക്കണം, അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഒരു സമീപനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻവേർഡ്ലി വി ഓട്ട് ടു ബി ഡിഫറെൻ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ്, എല്ലാ തലത്തിലും. കാരണം സമൂഹം ഇങ്ങനെ പൊതുബോധത്തിനകത്ത് നീങ്ങുകയായിരിക്കും. ആ പൊതുബോധം അതാണല്ലോ സോക്രട്ടീസ് ചോദ്യം ചെയ്തത്. അത് ചോദ്യം ചെയ്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഭരണകൂടത്തിന് സഹിക്കാനോ താങ്ങാനോ പറ്റാതായത്. കാരണം പൊതുമണ്ഡലത്തിൽ എന്താണോ പ്രബലമായി നിൽക്കുന്നത്, എന്താണോ യഥാർത്ഥത്തിൽ കോയ്മ പുലർത്തുന്ന ആശയം, അതിന് വിധേയമായ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി നമുക്ക് മാനസികമായി നമ്മളിതിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ഒപ്പം നിൽക്കുമ്പം പോലും നമ്മൾ ആന്തരികമായി അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ നിസ്സഹായത കൊണ്ട് ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരുന്നാൽ നമ്മളിപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും സാർത്തൊക്കെ പിന്നീട് ബാഡ് ഫെയ്ത്തൊക്കെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം പോലും അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയും ആ ശരിയായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആന്തരികമായി നമ്മൾ ഈ പറയുന്ന പൊതുവിൽ ആർജിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊതുവിൽ സമൂഹം കൊണ്ട് നടക്കുന്ന മൂല്യവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമാന്തരമായ ഒരു ആശയ ദാർഢ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് സമൂഹത്തിന് പ്രത്യക്ഷത്തിൽ നമ്മൾ സ്വീകാര്യമാക്കാൻ വേണ്ടി, ഇടപെടാനുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഒക്കെ അനിവാര്യം തന്നെയായിരിക്കും. അതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഇടപെടാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല, നമ്മളുടെ ചിന്ത മറ്റൊന്നാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ സ്വയം തന്നെ നവീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠന പ്രക്രിയകളിൽ ഏർപ്പെട്ട്, നമ്മൾ സംവാദങ്ങളിൽ ഏർപ്പെട്ട്, നമ്മൾ നിരന്തരം അന്വേഷണങ്ങളിൽ ഏർപ്പെട്ട്, അങ്ങനെ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്തോ നടക്കാത്ത കാര്യമെന്നൊക്കെ ചിലർക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ലല്ലോ. സമൂഹ എക്കാലത്തും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, അപഗ്രഥനങ്ങൾ മുന്നോട്ട് വെക്കുകയും സംവാദങ്ങൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് തിരുത്തലുകൾ, പഴയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. സ്ത്രീകൾ അവരുടെ ചിന്തയിൽ മാറ്റം വരുത്തി, പുരുഷൻ സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളിൽ, സമീപനങ്ങളിൽ, ആധിപത്യങ്ങളിലൊക്കെ വലിയ പൊളിച്ചെഴുത്തലുകൾ നടന്ന് പൊതുസമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ ആണ് എന്ന് അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ വികസിപ്പിക്കാൻ തുടങ്ങി. അതിൽ വിഭിന്നമായി ഒറ്റപ്പെട്ട ആളുകളില്ല എന്നോ അല്ലെങ്കിൽ ഭരണകൂട ഏത് നിലയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്യണം എന്ന് പോലും പരസ്യമായി പറയുന്ന ടി ജി മോഹൻദാസിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ആളുകളില്ല എന്നതിന് അർത്ഥമില്ല. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ പോലും മറുവശത്ത് വലിയ രീതിയിലുള്ള സ്ത്രീകളുടെ
സ്വയം നിർണായകമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഒക്കെ ഇന്നിപ്പോൾ മാറിയിട്ടുണ്ടല്ലോ, മുമ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സെനീക്ക പറയുന്നത് പോലെ തന്നെ സെനീക്കയുടെ കാലം എന്നുള്ളത് 2000-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും ആ കാലത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് നമ്മളെ ശരീരം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മളുടെ തന്നെ ശരീരത്തിനും മറ്റുള്ളവരുടെ ശരീരത്തിനും നമ്മളുടെ തന്നെ മനസ്സിനും മറ്റുള്ളവരുടെ മനസ്സിനും പോറലേൽക്കാതെ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഈ അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള വിശകലനങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദേഷ്യം എന്നുള്ളതാണ്, ഏങ്കർ എന്നുള്ളതാണ്, കോപം എന്നുള്ളതാണ്. അത് നമ്മൾക്കിപ്പം പല വികാരം ഉണ്ടാവും, നമുക്ക് ദേഷ്യവും വരും. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ദേഷ്യം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാവുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത്, അല്ലെങ്കിൽ പരമാവധി അതിനെ ചുരുക്കി അതിനെ നമ്മുടെ ജീവിതത്തിലെ പ്രബലമായ ഒരു ഭാവമല്ലാതാക്കി മാറ്റാൻ എപ്പോഴും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ കോപാകുലരായിത്തീരുമ്പോൾ, നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ബിഹേവിയറൽ പാറ്റേണിൽ, നമ്മൾ തന്നെ പെരുമാറ്റങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന വലിയ പിഴവുകൾ, അത് നമ്മളെ വയലൻസിലേക്ക്, അനാവശ്യമായിട്ടുള്ള വയലൻസിലേക്ക്, ഇപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവമോ അല്ലെങ്കിൽ വലിയൊരു വിപ്ലവം എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണല്ലോ. ഇപ്പോൾ ഞാൻ ഒരു സി വി ബാലകൃഷ്ണൻ്റെ ഒരു കഥ യാദൃശ്യമായിട്ട് വായിക്കാനിടയായി. അതിലിങ്ങനെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ നിന്ന് പറയുകയാണ് വിപ്ലവം അതാണെങ്കിൽ പരാജയമാണ് എന്നൊരു വാചകമുണ്ട്. അങ്ങനെ ഒരു വിപ്ലവം യഥാർത്ഥത്തിൽ പരാജയമല്ല. കാരണം ഈ അത്തരത്തിലുള്ള വിപ്ലവങ്ങൾക്ക്, ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം പരാജയപ്പെട്ടാലും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള മുദ്രാവാക്യം ലോകവ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലോകവ്യാപകമായി സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അറിയാതെ നമ്മൾ ഇത്തരത്തിലുള്ള സംഗീതമായ ചില അവസ്ഥകളിലേക്ക് വഴുതപ്പെടാം. ഒരു കഥയിലൊക്കെ അത് ആവിഷ്കരിക്കുന്നത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ യാദൃശ്യമായി ഇവിടേക്ക് വരുന്ന വഴിയിൽ വായിച്ച ഒരു കഥയായതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ദേഷ്യം എന്നുള്ളതൊക്കെ അതൊരു സോഷ്യൽ ഔട്ട്പുട്ടിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രീതിയിലല്ലല്ലോ. നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സമൂഹത്തിനായാലും വ്യക്തിക്കായാലും അതുണ്ടാക്കുന്ന ഒരു പരിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സെനീക്ക നമ്മളോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടും കത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വയം മാറുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രാഗ്മാറ്റിക്കാണ് ഇദ്ദേഹം. നമ്മൾ പിന്നീട് വില്യം ജെയിംസും അതുപോലെ തന്നെ ജോൺ ഡീവിയും അങ്ങനെ ഒട്ടനവധി റിച്ചാർഡ് റോട്ടി ഉൾപ്പെടെയുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രയോഗത്തിൻ്റെ തത്വചിന്ത മുന്നോട്ട് വെച്ച ദാർശനികരെക്കുറിച്ച് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ സെനീക്ക ഈ പ്രാചീന കാലത്ത് തന്നെ, ക്രിസ്തുവിന് മുമ്പ് തന്നെ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിൽ വിജയിക്കുന്നതൊക്കെ ശരിയെന്ന അർത്ഥത്തിലല്ല, എല്ലാവർക്കും കൂടുതൽ ശരിയായിത്തീരുന്ന, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ജീവിത സാഹചര്യങ്ങൾ സജ്ജമാക്കുന്ന ഒരു നൈതിക യുക്തി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്രപരവും ശരീരശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായിട്ടുള്ള അന്വേഷണങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ ഈ കത്തുകളിലൂടെ, 71 കത്തുകളിൽ 2-3 കത്തുകൾ മാത്രമേ ഞാനിവിടെ പരാമർശിച്ചിട്ടുള്ളൂ. തീർച്ചയായും ഇതിലെ മിക്കവാറും എല്ലാ കത്തുകളും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ ഓരോന്നും താല്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാവുന്നതാണ്. ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെടാവുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഈ ഒരു അവതരണം ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുന്നത്
സെനീക്ക മുന്നോട്ട് വെക്കുന്ന പ്രായോഗിക ദർശനം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രയോഗത്തിൻ്റെ തത്വചിന്ത എന്നുള്ളത്, മനുഷ്യരെ വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും മൂർത്തമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി സംബോധന ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കത്തുപാട്ടുകളിൽ എന്നതുപോലെ മറ്റ് കത്ത് രൂപത്തിലുള്ള സാഹിത്യ രചനകളിൽ എന്നതുപോലെ ഇതും പച്ചയായ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു വേറിട്ട വായനാനുഭവം പ്രദാനം ചെയ്യുന്നത്.